നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ തെരുവീഥികളിലെ വലിച്ചിഴച്ച മോദി പോലീസിന്റെ നടപടിക്കെതിരെ തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൂഫാൻ 2026 കായികമേള 25-ന് വെങ്ങല്ലൂർ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സനാതന ധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഏകദിന രാമായണ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തോപ്രാങ്കുടി സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള നിക്ഷേപ തട്ടിപ്പുകളെ കുറിച്ച് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് UDF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. റോയി കെ പൗലോസ് MLA ഉദ്ഘാടനം ചെയ്തു. വഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെഗാ അലുമിനി മീറ്റ് ഇല്യൂം 2026 ജൂലൈ 25-ന് ശനിയാഴ്ച കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പ്രതിഷേധിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഡൽഹിയിലെ തെരുവീഥികളിലൂടെ വലിച്ചിഴച്ച മോദി പോലീസിന്റെ നടപടിക്കെതിരെ തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പ്രതിഷേധിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഡൽഹിയിലെ തെരുവീഥികളിലൂടെ വലിച്ചിഴച്ച മോദി പോലീസിന്റെ നടപടിക്കെതിരെ തൊടുപുഴയിൽ നടന്ന പ്രതിഷേധ പ്രകടനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ എന്ന പരിഗണന നൽകാതെയാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, മന്ത്രി PC വിഷ്ണുനാഥ്, MPമാരായ കൊടിക്കുന്നിൽ സുരേഷ്, ഡീൻ കുര്യാക്കോസ് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിഷേധിക്കാനുള്ള അവകാശം ജനപ്രതിനിധികൾക്കുണ്ട്. ബലപ്രയോഗത്തിലൂടെ അത് ഇല്ലാതാക്കാനുള്ള ശ്രമം അംഗീകരിക്കാനാവില്ല. ഭാവി ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിനെ കയ്യൂക്കുകൊണ്ട് തകർക്കാമെന്ന് മോദി ഭരണകൂടം കരുതരുത്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിലൂടെ ജനാധിപത്യ മൂല്യങ്ങളെ മോദി ഭരണകൂടം ദുർബലപ്പെടുത്തുകയാണ്. ജനപ്രതിനിധികൾക്കെതിരായ പോലീസ് നടപടിയെ ശക്തമായി അപലപിക്കുന്നുവെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ പറഞ്ഞു. ന്യായമായ ഒരു വിദ്യാർത്ഥി സമരത്തെ അവർ പറയുന്ന ന്യായങ്ങൾ കേൾക്കുന്നതിനപ്പുറം അതിന് പരിഹാരമുണ്ടാക്കുന്നതിനപ്പുറത്ത് ചോരയിൽ മുക്കി കൊല്ലാൻ ഒരു ജനാധിപത്യ സർക്കാർ കിരാതമായ പോലീസ് നടപടിയിലേക്ക് നീങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മുടെ ദേശത്ത് ആകമാനം പ്രതിഷേധ സമരങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥികളുടെ സമരത്തെ ഒറ്റുകൊടുത്ത രാജ്യദ്രോഹികൾ ആ സമരത്തിന് നേതൃത്വം കൊടുക്കാനായി എത്തിച്ചേർന്ന ഇന്ത്യയിലെ പ്രിയങ്കനായ കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, AICCയുടെ പ്രിയങ്കരിയായ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, സംഘടനാ ചുമതലയുള്ള ബഹുമാനായ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരെയും നമ്മുടെ പ്രിയങ്കനായ MP ശ്രീ ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള MPമാരെയും അതിക്രൂരമായി ഡൽഹിയിലെ തെരുവോരങ്ങളിൽ വലിച്ചഴച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മുടെ നാടിന് ഒരു പാരമ്പര്യമുണ്ട്. ജനാധിപത്യ ഭാരതത്തിന് ഒരു പാരമ്പര്യമുണ്ട്. പോലീസ് വെടിവെപ്പിൽ ആളുകൾ കൊല്ലപ്പെട്ടാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാർ രാജിവെച്ചിരുന്ന ഒരു രാജ്യം. എവിടെയെങ്കിലും റെയിൽ അപകടമുണ്ടായാൽ റെയിൽവേ മന്ത്രി രാജിവെക്കുന്ന നാട്. അതാണ് നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടികളുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ ഗൗരവമായി ആലോചിക്കണം.
നാളത്തെ പ്രതീക്ഷയാണ് വിദ്യാർത്ഥികൾ, നമ്മുടെ ചെറുപ്പക്കാർ. അവരാണ് ഈ രാജ്യം നയിക്കേണ്ടവർ, ഈ രാജ്യത്തിന് വഴികാട്ടികളാവേണ്ടവർ. നീറ്റ്, UG ഉൾപ്പെടെയുള്ള വിവിധ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ ക്രൂരമായ മർദ്ദനമാണ് കേന്ദ്രസേന കഴിഞ്ഞ ദിവസം നടത്തിയത്. അതിന്റെ തുടർച്ചയാണ് ജനപ്രതിനിധികൾക്ക് നേരെയുണ്ടായത്. പാർലമെന്റിനകത്തും പുറത്തും വിദ്യാർത്ഥികളുടെ സമരം കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട്. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടിലും ഗുരുതര വീഴ്ചയിലും നടപടിയെടുക്കുന്നതിലെ അലംഭാവത്തിനുമെതിരെയാണ് രാജ്യത്തെ യുവജനത തെരുവിലിറങ്ങിയത്. അവരുടെ ആശങ്ക കേൾക്കാനും അവരുമായി ചർച്ച നടത്താനും പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും അഡ്വക്കേറ്റ് S. അശോകൻ ആവശ്യപ്പെട്ടു. തൊടുപുഴ മുനിസിപ്പൽ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിഷ സോമൻ, ഷിബിലി സാഹിബ്, ജോയി മൈലാടി, TJ പീറ്റർ, ജോസ് ഒലിയിൽ, MH സജീവ്, CS മഹേഷ്, KG സജിമോൻ, റോബിൻ മൈലാടി, അഡ്വക്കേറ്റ് സണ്ണി കുരുട്ടുപറമ്പിൽ, വിഷ്ണു കോട്ടപ്പുറം, ലിറ്റി ജോസഫ്, TL അക്ബർ, ബിലാൽ സമദ്, JS ജോൺ, TP ദേവസ്യ, സുലൈമാൻ ഒറ്റത്തോട്ടം, നാഗേശ്വരി അഭിലാഷ്, KM ഷാജഹാൻ, ജയകുമാർ, സാബു വടശ്ശേരി, OK അഷറഫ്, KA ഷെഫീഖ്, നാസർ പാലമൂടൻ, റഷീദ് കപ്രാട്ടിൽ, TH ഹാരിസ്, നൌഷാദ് KH ഷാജി, ജെയ്സൺ ജോസഫ്, മൈക്കിൾ K വർഗീസ്, ജാഫർ കപ്രാട്ടിൽ, MG കണ്ണൻ, ഷെരീഫ് പാലമല, ബാബു പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൂഫാൻ 2026 കായികമേള 25-ന് വെങ്ങല്ലൂർ സോക്കർ സ്കൂളിൽ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒളിമ്പ്യൻ സിനി ജോസ് ഉദ്ഘാടനം നിർവഹിക്കും. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA മത്സരങ്ങളുടെ കിക്ക് ഓഫ് നിർവഹിക്കും. ഇടുക്കി MLA റോയ് K. പൗലോസ് ദീപശിഖ തെളിയിക്കും. ഇടുക്കി ജില്ലയുടെ വാണിജ്യ കേന്ദ്രമായ തൊടുപുഴയിൽ ആവേശത്തിന്റെ തിരമാല സൃഷ്ടിച്ച് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൂഫാൻ 2026 കായികമേളയ്ക്ക് തിരിതെളിയുന്നു. വ്യാപാരികൾക്കിടയിലെ സൗഹൃദവും കായികക്ഷമതയും മുൻനിർത്തി സംഘടിപ്പിക്കുന്ന മേളയിൽ വൈവിധ്യമാർന്ന ചടങ്ങുകളും ആവേശകരമായ മത്സരങ്ങളും നടക്കും. വെങ്ങല്ലൂർ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ ജൂലൈ 25-ന് വൈകിട്ട് 3-നാണ് പരിപാടി നടക്കുന്നത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സലീംകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ വെച്ച് ഒളിമ്പ്യൻ സിനി ജോസ് തൂഫാൻ 2026 ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് മത്സരങ്ങളുടെ കിക്ക് ഓഫ് നിർവഹിക്കും. ഇടുക്കി MLA റോയ് K. പൗലോസ് ദീപശിഖ തെളിയിക്കും. KVVES പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ മുഖ്യപ്രഭാഷണം നടത്തും. DYSP PM ബൈജു തൂഫാൻ സന്ദേശം നൽകും. കായിക താരങ്ങളെ KVVES ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ ആദരിക്കും. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബെന്നി ഇല്ലിമുട്ടിൽ, വർക്കിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ്, ജനറൽ സെക്രട്ടറി ജിമ്മി കുര്യൻ, ട്രഷറർ അഭിലാഷ് EA, വൈസ് പ്രസിഡന്റുമാരായ സെയ്ദ് മുഹമ്മദ് വടക്കേയിൽ, സിനിമോൻ, സെക്രട്ടറിമാരായ താജു MB, സജിത് കുമാർ B, ജോസ്ലറ്റ് മാത്യു, വ്യാപാരി വ്യവസായി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് PS മോഹൻദാസ്, വ്യാപാരി വ്യവസായി ഇടുക്കി ജില്ലാ സെക്രട്ടറി സാലി S. മുഹമ്മദ് എന്നിവർ ആശംസകൾ നേരും. താരങ്ങൾ അണിനിരക്കുന്ന പ്രദർശന മത്സരം മേളയുടെ ഏറ്റവും വലിയ ആകർഷണമാണ്. മുൻ ദേശീയ ഫുട്ബോൾ താരങ്ങൾ അണിനിരക്കുന്ന പ്രദർശന മത്സരമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജോപോൾ അഞ്ചേരി, M. സുരേഷ് എന്നിവർ നയിക്കുന്ന ജിംഖാന തൃശൂർ ടീമും NB പ്രദീപ് നയിക്കുന്ന തൂഫാൻ വാരിയേഴ്സ് ഇടുക്കിയും നേർക്കുനേർ ഏറ്റുമുട്ടും. കൂടാതെ യൂത്ത് ലെവൽ വനിതാ ഫുട്ബോൾ പ്രദർശന മത്സരം, 60 വയസ്സിന് മുകളിലുള്ള വ്യാപാരികൾക്കായുള്ള പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം എന്നിവയും സംഘടിപ്പിക്കും. നാടിന്റെ കായിക പ്രേമികൾക്ക് പുത്തനുണർവ് നൽകുന്ന ഈ മാമാങ്കത്തിലേക്ക് ഏവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുന്നതായി അറിയിച്ചു. രാവിലെ അല്ലസർ കോളേജിൽ സോക്കർ സ്കൂളിൽ ഒരു പ്രദർശന മത്സരം ഉണ്ടാവും. ഉച്ചകഴിഞ്ഞ് 2:30-ക്ക് യൂത്ത് പെൺകുട്ടികളുടെ ഒരു മത്സരവും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 60 വയസ്സിന് മേലുള്ള വ്യാപാരികൾക്ക് പെനാൽറ്റി ഷൂട്ടൗട്ട് മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മയക്കുമരുന്നിനെതിരെയുള്ള ഈ പ്രവർത്തനത്തിൽ വ്യാപാരികളും സ്പോർട്സുകാരും എല്ലാം അണിനിരക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. എൻ്റെ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റായതിനു ശേഷമുള്ള ഞങ്ങളുടെ കമ്മിറ്റിയുടെ ആദ്യത്തെ പരിപാടിയാണ്. നിങ്ങളുടെ എല്ലാം എല്ലാവിധ സഹകരണവും സഹായവും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. നസീം സാറിൻ്റെയും DSP ബൈജു PM സാറിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ തൂഫാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസുകളും കാര്യങ്ങളും അന്വേഷണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, മാധ്യമങ്ങളിലൂടെയും പത്രത്തിലൂടെയൊക്കെയുള്ള വാർത്തകൾ എല്ലാ ജനങ്ങളും കാണുന്നതാണ്. ഇത് പ്രത്യേകിച്ച് വ്യക്തിപരമായി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇച്ചിരി കണ്ടിട്ടുള്ള ലേഖകരുടെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ മക്കൾ വളർന്നു വരികയാണ്. നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മളിതെല്ലാം തടയുക എന്നുള്ളത് നമ്മുടെ കടമയാണ്.
അത് ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് മാത്രം പോലീസായിരുന്നുള്ളൂ. യൂണിഫോം ഇട്ടുകഴിഞ്ഞാൽ ഞാൻ സാധാരണക്കാരനാണ്. അപ്പം നമ്മുടെ വരും തലമുറ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കൾ നമ്മൾ ജീവിച്ച പോലെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേക ലക്ഷ്യം. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സലീംകുട്ടി, വർക്കിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ്, ജനറൽ സെക്രട്ടറി ജിമ്മി കുര്യൻ, ട്രഷറർ EA അഭിലാഷ്, വൈസ് പ്രസിഡന്റുമാരായ സെയ്ദ് മുഹമ്മദ് വടക്കയിൽ, ബെന്നി ഇല്ലിമുട്ടിൽ, സിനിമോൻ, സെക്രട്ടറിമാരായ MB താജു, B സജിത്തുകുമാർ, ജോസ്ലറ്റ് മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സനാഥ ധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഏകദിന രാമായണ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 25-ന് തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിലാണ് ഏകദിന രാമായണ സംഗമം സംഘടിപ്പിക്കുന്നത്. സനാതന ധർമ്മ പാഠശാല സംസ്ഥാന സംയോജകൻ രാജേഷ് നാദാപുരം പരിപാടിക്ക് നേതൃത്വം നൽകി. മൂല്യാധിഷ്ഠിത ജീവിതത്തിലേക്ക് വിദ്യാർത്ഥികളെയും സമാജത്തെയും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീരാമരാജ്യം 2026 എന്ന പേരിലാണ് ഏകദിന രാമായണ സംഗമം സംഘടിപ്പിക്കുന്നത്. സനാതന ധർമ്മ പാഠശാല കേരളത്തിൽ എല്ലാ ജില്ലകളിലും കുട്ടികൾക്കായി ഏകദിന രാമായണ സംഗമം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തൊടുപുഴയിലും സംഘടിപ്പിക്കുന്നത്. ജൂലൈ 25 ശനിയാഴ്ച തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ LP, UP, HS കോളേജ് വിഭാഗങ്ങൾ തിരിച്ച് 500-ലധികം കുട്ടികൾ രാമായണ പാരായണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സനാതന ധർമ്മ പാഠശാല സംസ്ഥാന സംയോജകൻ രാജേഷ് നാദാപുരം പരിപാടിക്ക് നേതൃത്വം നൽകും. കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി സനാതന ധർമ്മ പാഠശാല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഏകദിന രാമായണ സത്സംഗങ്ങൾ നടത്തിവരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു ദിവസത്തെ പ്രോഗ്രാമാണ്. ഇടുക്കി ജില്ലയിലെ പ്രോഗ്രാം വരുന്ന ശനിയാഴ്ച ജൂലൈ മാസം 25-ാം തീയതി ശനിയാഴ്ച സനാതന ധർമ്മ പാഠശാല ഇടുക്കി ജില്ലാ കമ്മിറ്റിയും തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളും സംയുക്തമായി ചേർന്നാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. 25-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30-ന് ഉദ്ഘാടനത്തോടുകൂടി പ്രോഗ്രാം ആരംഭിക്കും. വിദ്യാർത്ഥികളിലേക്ക് രാമായണത്തിൻ്റെ പ്രസക്തി, മൂല്യാധിഷ്ഠിത ഒരു ജീവിതം പൊതുസമൂഹത്തിന്, വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾ അങ്ങനെ സമൂഹത്തിന് മൂല്യാധിഷ്ഠിത ഒരു ജീവിതം നൽകുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു രാമായണ പരിപാടി നടത്തുന്നത്. രാവിലെ മുതൽ വിവിധ തലങ്ങളിൽ LP, UP, ഹൈസ്കൂൾ, കോളേജ്, അതുപോലെ മുതിർന്നവർ, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് 500-ലധികം കുട്ടികൾ ഈ രാമായണ പാരായണം രാവിലെ മുതൽ നടത്തുന്നതാണ്. ഉച്ചകഴിഞ്ഞ് 2:30-ന് വിവിധ കലാപരിപാടികൾ, രാമായണത്തെ അധികരിച്ചുള്ള വിവിധ കലാപരിപാടികളും ഈ വേദിയിൽ നടക്കും. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന ഒരു ഏകദിന രാമായണ സത്സംഗം വരുന്ന ശനിയാഴ്ച 25-ാം തീയതി സരസ്വതി സ്കൂളിൽ നടക്കുമ്പോൾ മുഴുവൻ സമൂഹത്തെയും ഈ ഒരു പരിപാടിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. സനാതന ധർമ്മ പാഠശാലയുടെ സംസ്ഥാന സംയോജകൻ ശ്രീ രാജേഷ് നാദാപുരം, അദ്ദേഹം രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ഒരു പ്രോഗ്രാം നിയന്ത്രിക്കുന്നതിനും കോർഡിനേറ്റ് ചെയ്യുന്നതിനും ഈ ഒരു ദിവസം ഇവിടെ ഉണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ സനാതന ധർമ്മ പാഠശാല സംസ്ഥാന സമിതി അംഗം R. സുനിൽകുമാർ, തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂൾ സെക്രട്ടറി S. പത്മഭൂഷൺ, ഏകദിന രാമായണ സംഗമം പ്രോഗ്രാം കോർഡിനേറ്റർ KS. ഷാജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള നിക്ഷേപ തട്ടിപ്പുകളെക്കുറിച്ച് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബാങ്കിന് മുമ്പിൽ നടന്ന പ്രതിഷേധ പരിപാടികൾ റോയി കെ പൗലോസ് MLA ഉദ്ഘാടനം ചെയ്തു. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള നിക്ഷേപ തട്ടിപ്പുകളെക്കുറിച്ച് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബാങ്കിന് മുൻപിൽ നടന്ന പ്രതിഷേധ പരിപാടികൾ റോയി കെ പൗലോസ് MLA ഉദ്ഘാടനം ചെയ്തു. വ്യാജ JLGകൾ രൂപീകരിച്ചും വേണ്ടത്ര മൂല്യമില്ലാത്ത വസ്തുക്കൾക്ക് വൻതുക വായ്പ അനുവദിച്ചും നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതായി ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയതോടെയാണ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ക്രമക്കേടിൽ 10.43 കോടി രൂപ പ്രാഥമിക
അന്വേഷണത്തിൽ കണ്ടെത്തിയെങ്കിലും തുക ഇരട്ടിയിലധികം വരുമെന്നാണ് കരുതുന്നത്. സംഭവത്തിൽ വിജിലൻസ് ഉൾപ്പെടെയുള്ള ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടാണ് UDF വാത്തുക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ബാങ്കിൽ നടന്നിട്ടുള്ള അഴിമതികളിൽ ശക്തമായ അന്വേഷണം നടക്കുമെന്നും ക്രമക്കേട് നടത്തിയവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത റോയ് കെ പൗലോസ് MLA പറഞ്ഞു. ഇപ്പോൾ മിടുക്കന്മാരായിട്ട് നടക്കുന്ന ആളുകൾ ആരും ആ മിടുക്കൊന്നും വിചാരിക്കേണ്ട. ഇന്നലെ വരെ ലഭിച്ച സംരക്ഷണം ഒരു കാരണവശാലും ഈ ഗവൺമെന്റിന്റെ കാലത്ത് ലഭിക്കത്തില്ല. മറ്റൊരു കാര്യം സൂചിപ്പിച്ചു, ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും ഈ നാട്ടിൽ അനുവദിക്കുന്നുമില്ല. ഉണ്ടായിരുന്നു എന്നൊക്കെ പരാതിയിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സഹകരണ മേഖലയിൽ നേരത്തേക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, വസ്തു എഴുതിയ തെളിയിക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇടപെടുന്ന ഒരു കാര്യങ്ങളിൽ ഞാൻ ജനപ്രതിനിധിയായിരിക്കുന്ന ഈ നിയോജകമണ്ഡലത്തിലും ഈ ജില്ലയിലുള്ളിടത്തും ഈ രീതിയിലുള്ള ക്രമക്കേട് കാണിക്കുന്ന ആളുകളോ സ്ഥാപനങ്ങളോ വ്യക്തികളുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഞാൻ ഉൾപ്പെടുന്ന പാർട്ടി ലീഡേഴ്സോ UDFന്റെ ലീഡേഴ്സോ ഒരു കാരണവശാലും അത്ര കോംപ്രമൈസ് ഉണ്ടാവില്ല. അതിന് കുഴപ്പമുണ്ടാക്കിയവർ അതിന് കുഴപ്പമൊക്കെ അനുഭവിക്കേണ്ടി വരും. അതിന് ഒരു സംശയം ആർക്കും വേണ്ട. കോൺഗ്രസ് വാത്തുക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷനായി. UDF നേതാക്കളായ അഡ്വക്കേറ്റ് KB സെൽവം, ജേസൺ കെ ആന്റണി, ജോയി കൊച്ചുകരോട്ട്, വിജയകുമാർ മറ്റക്കര, വിനോദ് ജോസഫ്, ഷൈനി സജി, മിനി സാബു ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കിയിൽ വാഗമൺ വരാട്ടുമേട്ടിലെ കയ്യേറ്റം ഒഴിപ്പിച്ചു. മലമുകളിൽ സ്വകാര്യ വ്യക്തി കയ്യേറിയ 10 ഏക്കർ സ്ഥലമാണ് റവന്യൂ അധികൃതർ തിരിച്ചുപിടിച്ചത്. പീരുമേട് തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കൽ നടപടികൾ. വാഗമൺ ഏലപ്പാറ വില്ലേജുകളുടെ പരിധിയിൽ വരുന്ന സർവേ നമ്പർ 152/1 പെടുന്ന 10 ഏക്കർ റവന്യൂ പാറപ്പുറം പോക്കാണ് സ്വകാര്യ വ്യക്തി കയ്യേറി കൈവശം വെച്ചിരുന്നത്. പട്ടയമുള്ള സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം വേലികെട്ടി തിരിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് ഇവിടെ റിസോർട്ട് ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. സ്ഥലത്തിന്റെ ഒരു വശത്ത് കപ്പയും കൃഷി ചെയ്തു. കയ്യേറ്റം സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ റവന്യൂ വകുപ്പ് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വാഗമൺ ഏലപ്പാറ വില്ലേജുകളിലെ റവന്യൂ പുറമ്പോക്കിൽപ്പെടുന്ന 1087 ഏക്കർ സ്ഥലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇതെന്ന് കണ്ടെത്തി. തുടർന്നാണ് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത്. JCB ഉപയോഗിച്ച് കയ്യേറ്റ ഭൂമിയിലുണ്ടായിരുന്ന കെട്ടിടം തകർക്കുകയും വേലി ഇടിച്ചു നിർത്തുകയും ചെയ്തു. വരാട്ടുപാറയിലേക്ക് ഓഫ് റോഡ് ജീപ്പ് സഫാരി നടത്തിയിരുന്ന റോഡ് റവന്യൂ ഉദ്യോഗസ്ഥർ അടച്ചു. കയ്യേറ്റ ഭൂമിക്ക് സമീപത്തായി സിനിമാ നടൻ പ്രകാശ് രാജിന്റെ സ്ഥലവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ കുറച്ചു ഭാഗം സർക്കാർ ഭൂമിയാണെന്നതാണ് പ്രാഥമിക നിഗമനം. ഇത് പ്രകാശ് രാജിന്റെ സാന്നിധ്യത്തിൽ അളന്ന് തിട്ടപ്പെടുത്താനായി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. മേഖലയിൽ കൂടുതൽ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്ന വിലയിരുത്തലിലാണ് റവന്യൂ വകുപ്പ്. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും മറ്റു നേതാക്കൾക്കുമെതിരെ ഡൽഹിയിൽ പോലീസ് നടത്തിയ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് മുണ്ടിയരുമയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ റാലി നടത്തി. കോൺഗ്രസ് പാമ്പാടുംപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് പാമ്പാടുംപാറ മണ്ഡലം കമ്മിറ്റി കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്ന ശബ്ദം പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും സാധാരണക്കാരുടെയും ശബ്ദമായി കോൺഗ്രസ് കൂടുതൽ കരുത്തോടെ പോരാട്ടമുഖത്ത് നിലകൊള്ളുമെന്നും പ്രവർത്തകർ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CS യശോധരൻ, മണ്ഡലം പ്രസിഡന്റ് ടോമി ജോസഫ്, ബാപ്പുട്ടി താനിക്കൽ, റൂബി ജോസഫ്, മിനി മനോജ്, തങ്കമ്മ രാജൻ, ഉഷ സുധാകരൻ, അതുൽ മജീദ്, ജോയ് നെല്ലിക്കമണ്ണിൽ, BC അനിൽകുമാർ, ഷാജി വട്ടോത്ത്, ജോസ് അമ്മഞ്ചേരി, ഷാജി മരുതോലിൽ, ജെയിംസ് പ്ലാത്തോട്ടം, വിഷ്ണു ശ്രീമന്ദിരം, സജി CS തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. കുടയത്തൂർ ലയൺസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു. ഇടുക്കി MLA റോയ് കെ പൗലോസ് സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും അർഹരായവർക്കുള്ള വീൽ ചെയർ വിതരണവും നിർവഹിച്ചു. നിലവിലെ പ്രസിഡന്റ് ജയരാജ് M നായർ അധ്യക്ഷത വഹിച്ചു. കുടയത്തൂർ ലയൺസ് ക്ലബിന്റെ 2026-2027 പ്രവർത്തന വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും ജനക്ഷേമ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ശരംകുത്തി പണ്ടോറ റിസോർട്ടിൽ സംഘടിപ്പിച്ചു. നിലവിലെ പ്രസിഡന്റ് M ജയരാജ് നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെച്ച് ശിവാനന്ദൻ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു.
ഇടുക്കി MLA റോയ് കെ പോലോസ് സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും അർഹരായവർക്കുള്ള വീൽചെയർ വിതരണവും നിർവഹിച്ചു. നമ്മൾ ചെയ്തു കൊടുത്ത വീടിൻ്റെ ഒരു പ്രയോജനം ഇല്ലാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എല്ലാ സംഗതികളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കരുത്. അബു വന്നിരുന്നു. അപ്പം അങ്ങനെയൊരു സഹായം എനിക്കും കിട്ടിയിട്ടുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് അതൊരു സഹായമാണ് തീർച്ചയായിട്ടും. അപ്പം അത്തരം സഹായങ്ങൾ തീർച്ചയായിട്ടും എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ കിട്ടാൻ കഴിയുമോ അതെല്ലാം നമ്മുടെ നാടിന് ആവശ്യമായ ഒരു സന്ദർഭമാണ്. ഇപ്പോഴും നമ്മൾ ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെയുള്ള പുരോഗതിയൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പഴയ സാഹചര്യങ്ങളൊന്നും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്, വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. മിക്കവാറുമൊക്കെ ആളുകൾ പണ്ട് വലിയ പ്രയാസത്തിലായിരുന്ന കുടുംബങ്ങളൊക്കെ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. കുട്ടികളൊക്കെ ആയി പഠിച്ച് അവരൊക്കെ വിദേശത്തൊക്കെ പോയി അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയ കുടുംബങ്ങളെല്ലാം തന്നെ അവരുടെയൊക്കെ ഒരു ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. നിർധനരായ 3 പേർക്ക് താൻ നേരിട്ടിടപെട്ട് വീട് വെച്ചു കൊടുക്കുന്നതിനിടയിൽ ലയൺസ് ക്ലബ്ബ് അതിൽ പങ്കാളിയായത് MLA പ്രസംഗത്തിനിടയിൽ ഓർമ്മപ്പെടുത്തി. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ ബാഗ് വിതരണവും പരിസ്ഥിതി സൗഹൃദ ഗ്രീൻ സൈക്കിൾ പ്രോജക്ടിന്റെ ഉദ്ഘാടനവും കുടയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ വിജയൻ നിർവഹിച്ചു. സർക്കാർ തലത്തിലുള്ള സേവന പദ്ധതികൾ അർഹരായവരിലേക്ക് എത്താൻ കാലതാമസമെടുക്കുന്ന സമയത്ത് ലയൺസ് ക്ലബിന്റെ വേഗത്തിൽ ലഭിക്കുന്ന സേവന പദ്ധതികൾ പഞ്ചായത്തിലെ സാധാരണക്കാർക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. SLCക്കും +2നും ഉന്നത മാർക്ക് കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. കുടയത്തൂർ ലയൺസ് ക്ലബ്ബിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ കമ്മിറ്റി 2026-2027 വർഷത്തേക്കുള്ള വിപുലമായ സേവന പദ്ധതികൾ പ്രഖ്യാപിച്ചു. സൗജന്യ ഭവന നിർമ്മാണം, ഡയാലിസിസ് സാമ്പത്തിക സഹായം, സ്കൂളുകളിൽ പച്ചക്കറി കൃഷി, സൗജന്യ കണ്ണട വിതരണം, റോഡ് സേഫ്റ്റി ബോധവൽക്കരണം തുടങ്ങിയവയാണ് അവ. ചടങ്ങിൽ കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ ഷിൻ സെബാസ്റ്റ്യൻ, റീജിയൺ ചെയർപേഴ്സൺ ലയൺ അബു എബ്രഹാം, സോൺ ചെയർപേഴ്സൺ KA ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി TV പ്രശാന്തിനെ തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി MR സലീഷ് കുമാറും തെരഞ്ഞെടുക്കപ്പെട്ടു. കരുണാകരൻ പിള്ളയാണ് ട്രഷറർ. ലേഡീസ് ഫോറം ഭാരവാഹികളായി പ്രസിഡന്റായി ശ്രീദേവി അനൂപും സെക്രട്ടറിയായി സന്ധ്യ സലീഷും ട്രഷററായി ഷീബ ജോസും തെരഞ്ഞെടുക്കപ്പെട്ടു. കുട്ടികളുടെ ലിയോ ക്ലബ്ബ് ഭാരവാഹികളായി പ്രസിഡന്റായി ഋതിക ജയരാജും അശ്വിൻ പി രാജ സെക്രട്ടറിയായും ട്രഷററായി നവനീത് എസും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുടയത്തൂർ. രജത ജൂബിലി നിറവിൽ വിശ്വജ്യോതി. പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മെഗാ സംഗമം ശനിയാഴ്ച വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെഗാ അലുമിനി മീറ്റ് ഇല്യൂം 2026 ജൂലൈ 25 ശനിയാഴ്ച കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെഗാ അലൂമിനി മീറ്റ് ഇല്യൂം 2026 ജൂലൈ 25 കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഡയറക്ടർ റവറൻ ഡോക്ടർ പോൾ പാറത്താഴം, കോളേജ് ട്രസ്റ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP, കോളേജിന്റെ ആദ്യ മാനേജർ റവറൻ ഫാദർ തോമസ് മലക്കുടി, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ CN പൗലോസ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നവീൻ ജേക്കബ്, സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥ ഷെല്ലി, അലൂമിനി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മൃദുൽ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ സോമി P മാത്യു, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അരവിന്ദ് S എന്നിവർ സംസാരിക്കും. കോളേജിന്റെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ മുൻ പ്രിൻസിപ്പൽമാരെയും ആദ്യ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ പ്രത്യേകമായി ആദരിക്കും. അലൂമിനി അസോസിയേഷന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക അലൂമിനി ന്യൂസ് ലെറ്റർ പ്രകാശനം ചെയ്യും. രജത ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന കോളേജ് സംഘടിപ്പിക്കുന്ന ഈ അപൂർവ സംഗമത്തിൽ മുൻ പ്രിൻസിപ്പൽമാർ, മുൻ വകുപ്പ് മേധാവികൾ, നിലവിലെയും മുൻകാലത്തെയും അധ്യാപക അനധ്യാപകർ, കോളേജിന്റെ തുടക്കം മുതലുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ കുടുംബസമേതം ഒത്തുചേരും. പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാകാരന്മാരുടെയും വിവിധ കലാപരിപാടികളും നടക്കും. കൈവശ ഭൂമിയിൽ തൊമ്മൻകുത്ത് സെയിന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശ് വനം വകുപ്പ് പിഴുതുമാറ്റിയ സ്ഥലം അളക്കാൻ റവന്യൂ വകുപ്പ് കാണിക്കുന്ന അനാസ്ഥയിൽ വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധം ഉയരുന്നു. ഇക്കാര്യത്തിൽ ചീഫ് വിപ്പും ഡീൻ കുര്യാക്കോസ് MPയും ഇടപെടാത്തതിൽ വിശ്വാസികൾക്കും രൂപതാ നേതൃത്വത്തിനും അതൃപ്തി ഉണ്ട്. കൈവശ ഭൂമിയിൽ തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് പിഴുതുമാറ്റിയ സ്ഥലമളക്കാൻ റവന്യൂ വകുപ്പ് കാണിക്കുന്ന അനാസ്ഥയിൽ വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധമുയരുന്നു. വണ്ണപ്പുറം പഞ്ചായത്തിലെ 6ാം വാർഡിലാണ് കുരിശ് പിഴുതുമാറ്റിയ 5 സെന്റ് സ്ഥലമുള്ളത്. ഒരു വിശ്വാസി പള്ളിക്ക് രേഖാമൂലം കൈമാറിയതാണ് ഭൂമി.
വനംവകുപ്പിന്റെ ജണ്ടയ്ക്ക് പുറത്ത് കർഷകർ 6 പതിറ്റാണ്ടായി കൃഷി ചെയ്ത് കൈവശം വെച്ചിരുന്നതാണ് ഈ ഭൂമി. ഈ ഭൂമിയിൽ തന്നെ EMS ഭവന പദ്ധതിയിൽ അനുവദിച്ച വീടുമുണ്ട്. വാർഡിലെ ഭൂരിപക്ഷം കുടുംബങ്ങളുടെയും ഭൂമി അളന്നിട്ടും പള്ളിയുടെ സ്ഥലം മാത്രം അളന്ന് പട്ടയം നൽകാൻ നടപടിയില്ല. പള്ളിക്ക് ഭൂമി നൽകിയ കർഷകന്റെ ഭൂമിയും അളന്നു. എന്നാൽ പള്ളിയുടെ ഭൂമി മാത്രം അളക്കാതെ റവന്യൂ വകുപ്പ് മാറ്റി വെച്ചിരിക്കുകയാണ്. കളക്ടറേറ്റിൽ നിന്ന് നിർദ്ദേശം നൽകിയാൽ പള്ളിയുടെ ഭൂമിയും അളക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൈവശ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചതിന് തൊമ്മൻകുത്ത് പള്ളി വികാരിക്കും 35 നാട്ടുകാർക്കുമെതിരെയും കുരിശ് നിന്നയിടത്തേക്ക് കുരിശിന്റെ വഴി നടത്തിയതിനും കോതമംഗലം രൂപതാ വികാരി ജനറൽ ഉൾപ്പെടെ 250 പേർക്കെതിരെയും എടുത്ത കേസും പിൻവലിക്കാൻ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLAയും ഡീൻ കുര്യാക്കോസ് MPയും ഇടപെടാത്തതിൽ വിശ്വാസികൾക്കും രൂപതാ നേതൃത്വത്തിനും അതൃപ്തിയുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ലഹരിക്കെതിരെ മാജിക്കിലൂടെ ബോധവൽക്കരണം സംഘടിപ്പിച്ച് കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റി. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ കണിമറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത മജീഷ്യൻ ജോയ്സ് മുക്കുടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മാജിക് ഷോയിലൂടെ ബോധവൽക്കരണം നടത്തിയത്. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സജീവം ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ആരക്കുഴ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാജിക്കിലൂടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ കണിമറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രൂപതയിലും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള വിവിധ സ്കൂളുകളിൽ ഈ ക്ലാസ്സുകൾ നയിക്കുകയാണ് ലക്ഷ്യം. ഇന്ന് ജോയ്സ് സാർ നമ്മളോടൊപ്പമായിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമല്ല, അദ്ദേഹത്തിൻ്റെ അവതരണത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഓർക്കുവാനും നിലനിർത്തുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയും പ്രശസ്ത മജീഷ്യൻ ജോയ്സ് മക്കുടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മാജിക് ഷോയിലൂടെ ബോധവൽക്കരണം നടത്തിയത്. ബന്ധനങ്ങളെ വിട എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രോഗ്രാമിലൂടെ മാജിക് എന്ന കല ഉപയോഗിച്ച് ലഹരിയുടെ ദോഷവശങ്ങൾ കുട്ടികളെ അദ്ദേഹം ബോധ്യപ്പെടുത്തി. എന്റെ മനസ്സിൽ ധാരാളം വെളിച്ചമുണ്ടാകും. ആ വെളിച്ചത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇല്ലേ നമ്മൾ എവിടെ തടഞ്ഞ് വീഴും. ഈ അജ്ഞത കൊണ്ടാണ് പലരും ലഹരിയിലേക്ക് പോകുന്നതിന് ഒന്നാമത്തെ കാരണം. സോഷ്യൽ സർവീസ് പ്രോഗ്രാം കോർഡിനേറ്റർ ജോൺസൺ കറുകപ്പള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തുകയും കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തെ നശിപ്പിച്ച് കുടുംബ സമാധാനത്തെയും നാടിന്റെ പുരോഗതിയെയും തകർക്കുന്ന ലഹരി വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രിൻസിപ്പൽ ഷിജി മാണി, പ്രധാനാധ്യാപിക ഡ്രിംബിജ ടോംസൺ, ഡിക്കൻ ആഗ്നൽ ചാക്കോടൻ, സീനിയർ അസിസ്റ്റന്റ് സജിൽ വിൻസെന്റ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന ഭീമഹർജിക്ക് വേണ്ടി ഇടുക്കി ജില്ലയിൽ സമാഹരിച്ച ഒപ്പുകൾ കൈമാറി. KSSPU ജില്ലാ പ്രസിഡന്റ് ലീലാമ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി R രഘുനാഥൻ നായർ ഒപ്പുകൾ ഏറ്റുവാങ്ങി. ഭീമഹർജി കൈമാറുന്നതിന് മുന്നോടിയായി തൊടുപുഴയിൽ നടത്തിയ പ്രകടനത്തിൽ വനിതകളടക്കം 100 കണക്കിന് പെൻഷൻകാർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന ഭീമാ ഹർജിക്ക് വേണ്ടി ഇടുക്കി ജില്ലയിൽ നിന്നും സമാഹരിച്ച ഒപ്പുകൾ കൈമാറി. ഭീമാ ഹർജി കൈമാറലിന് മുന്നോടിയായി തൊടുപുഴയിൽ നടത്തിയ പ്രകടനത്തിൽ വനിതകളടക്കം 100 കണക്കിന് പെൻഷൻകാർ പങ്കെടുത്തു. PFRDA നിയമം പിൻവലിക്കുക, പെൻഷൻ വാലിഡേഷൻ റൂൾ ഉപേക്ഷിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളാണ് ഭീമാ ഹർജിയിൽ ഉന്നയിക്കുന്നത്. KSSPU ജില്ലാ പ്രസിഡന്റ് ലീലാമ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി R രഘുനാഥൻ നായർ ഒപ്പുകൾ ഏറ്റുവാങ്ങി. പെൻഷൻ കൊടുക്കുന്നത് കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഈ ചില കോടതി വിധികൾ, ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ തുടങ്ങിയിട്ടുള്ളതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അത് ആ കാര്യങ്ങളിൽ പെൻഷൻ കൊടുക്കുന്നതിൽ വിവേചനം പാടില്ല. പെൻഷൻ അവർക്ക് അവകാശമാണ് എന്ന് സ്ഥാപിച്ചിട്ടുണ്ട്.
ഇങ്ങനെ നാനാതരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനെ വിവേചനപൂർവ്വം കൊടുക്കാൻ ഭരണാധികാരികൾക്ക് അധികാരമില്ല. ഉള്ള കോടതി വിധികൾ, ഇപ്പം ഭരണഘടനയിലും മറ്റു വ്യവസ്ഥകളിലും ഉള്ള അതേ കാര്യങ്ങൾ കോടതി വിധികളിലൂടെ സ്ഥാപിക്കപ്പെട്ടു. ആ സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഫലമായി രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ഇന്ത്യ രാജ്യത്ത് നാനാ മേഖലയിൽ പണിയെടുക്കുന്ന ഇല്ലെങ്കിൽ ജീവനക്കാർ, സംസ്ഥാന ജീവനക്കാർ, കേന്ദ്ര ജീവനക്കാർക്ക് എല്ലാം അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടുണ്ട്. ആ പെൻഷൻ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ സർക്കാരിന് ഈ പെൻഷൻ കൊടുക്കുന്നത് കൊണ്ട് ചെലവ് വർദ്ധിക്കും. രണ്ട് കാര്യങ്ങളൊന്നും, ഒന്ന് നമുക്ക് പെൻഷൻ കിട്ടും, നമുക്ക് പെൻഷൻ കിട്ടുമ്പോൾ അവരുടെ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം കാണണം. പരിഹാരം എന്താ? നമുക്ക് കിട്ടുന്നതിലല്ല പരിഹാരം ഉണ്ടാകുന്നത്, അവരുടെ ചെലവ് കുറയ്ക്കുന്നതിനുള്ള പരിഹാരമാണ്. നമ്മളെ ഒന്നും പക്ഷെ അവർ കുറയ്ക്കുമ്പോൾ നമുക്കില്ലാതെ പോകും, അത് വേറെ കാര്യം. അതിന് അവർ ഉത്തരവാദിയില്ല. അവർ കുറയ്ക്കുന്നുണ്ടായിരിക്കും. അവരുടെ ഉദ്ദേശം നമുക്ക് കുറയ്ക്കലല്ല, അവരുടെ ചെലവ് കുറയ്ക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണം എന്നുള്ള നിലയ്ക്കാണ് ഇത്. FSCTU ജില്ലാ സെക്രട്ടറി TG രാജീവ്, സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TD ജോസ്, VK മാണി, AN ചന്ദ്രബാബു, മോളിക്കുട്ടി മാത്യു, VV ഫിലിപ്പ്, NA ജെയിംസ്, MM ഇമാനുവൽ, PP സൂര്യകുമാർ, PK സുകുമാരൻ, PS ഷംസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേന്ദ്ര സർക്കാരിന്റെ E20 ഇന്ധനത്തിനെതിരെയും നീറ്റ് പരീക്ഷാ വിവാദത്തിൽ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ആം ആദ്മി പാർട്ടി നിയോജക മണ്ഡലം കമ്മിറ്റി കോതമംഗലത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ബിജോയ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ബാബു മാത്യു പീച്ചാട്ട് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ E20 ഇന്ധനക്കെതിരെയും നീറ്റ് പരീക്ഷാ വിവാദത്തിൽ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ആം ആദ്മി പാർട്ടി നിയോജക മണ്ഡലം കമ്മിറ്റി കോതമംഗലത്ത് പ്രതിഷേധ സമരം നടത്തി. രാജ്യത്ത് 72 ലക്ഷം ടൺ അരിയും കൂടാതെ ചോളവും കരിമ്പും ഉൾപ്പെടെ E20 ഇന്ധനത്തിന് ഉപയോഗപ്പെടുത്തുമ്പോൾ രാജ്യത്ത് ഭക്ഷ്യക്ഷാമവും കോഴിത്തീറ്റ ഉൾപ്പെടെയുള്ള ഉൽപാദനങ്ങളുടെ വിലവർദ്ധനവിനും കാരണമാകുമെന്നും വാഹന എഞ്ചിൻ തകർച്ച ജനങ്ങൾക്ക് വൻ ബാധ്യതയാവുമെന്നും ബിജോയ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആം ആദ്മി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ബാബു മാത്യു പീച്ചാട്ട് പറഞ്ഞു. സാങ്കേതിക വിദഗ്ധർ ഏകദേശം ഒരു 20 വർഷം മുമ്പ് ഈ എത്തനോള് ഇന്ത്യയിൽ ഫ്യൂലായിട്ട് ഉപയോഗിക്കാമോ എന്ന് പരീക്ഷണം നടത്തിയിരുന്നു. നമ്മുടെ ബഹുമാന്യനായ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ഒരിക്കൽ പറയുണ്ടായി, നമ്മൾ ജൈവ ഇന്ധനത്തിലേക്ക് പോകണം. വളരെ സാങ്കേതിക വിദ്യ മാത്രം മതിയായെന്ന് അധികം പരിചയമില്ലാത്ത അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും അതിനെക്കുറിച്ച് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ഒരു കമ്മിറ്റിയെ വെച്ച് പഠിച്ചപ്പോൾ അത് പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കി. ഈ എത്തനോളിന്റെ ശാസ്ത്രീയ വശം നോക്കുകയാണെങ്കിൽ അത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇന്ധനം ഗ്യാസലിൻ, അതായത് പെട്രോൾ, ഈ പെട്രോളിനെ അപേക്ഷിച്ച് 30% എഫിഷ്യൻസി അതിന് കുറവാണ്. പിന്നെ മറ്റൊരു കാര്യം എത്തനോളിനെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ ഈ ചാരായം തന്നെയാണ് എത്തനോളെന്ന്. ഈ ചാരായത്തിലേക്ക് എന്തോരം വെള്ളം ചേർന്നാലും നമ്മളറിയില്ല, ശരിക്കും മിക്സ് ആവും. പക്ഷേ പെട്രോളിലേക്ക് ഒരു തുള്ളി വെള്ളം ചേർന്നാലോ അത് വേറെ കിടക്കും. അപ്പോൾ നമ്മൾ എത്തനോൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് വെള്ളം കിടന്നാൽ അതേപടി എഞ്ചിനിലേക്ക് എഞ്ചിൻ നശിക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാന മാനുഫാക്ചേഴ്സ്, മോട്ടോർ മാനുഫാക്ചേഴ്സായ ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, ഇവരെല്ലാവരും പറയുന്നു എത്തനോൾ ഫ്യൂൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിനൊപ്പം തന്നെ മാരുതി സുസുക്കി പറയുന്നു ഞങ്ങൾ 24 മുതൽ ഇനി ഉണ്ടാക്കാൻ പോകുന്ന എഞ്ചിൻ അത് എത്തനോളിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്തിനാ അങ്ങനെ ഉണ്ടാക്കുന്നത്? അപ്പൊ അവര് തന്നെ പറയാതെ പറഞ്ഞു 24 മുമ്പ് ഉണ്ടാക്കിയ ഏത് എഞ്ചിനും എത്തനോളിന് ഫിറ്റല്ല എന്ന് അവർ തന്നെ പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം രാജ്യത്തെ യുവാക്കൾ പണിയെടുക്കുന്നവരല്ല എന്നും പാർട്ടിയുടെ സ്വഭാവമാണെന്നുമുള്ള പരാമർശത്തിന്റെ പ്രതിഷേധത്തിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി രൂപം കൊണ്ടതെന്നും ഇവർ അനീതിക്കെതിരെ നീതിയുടെ ശബ്ദമായി മാറിക്കഴിഞ്ഞെന്നും മുഖ്യപ്രഭാഷണത്തിൽ ജോൺസൺ കറുകപ്പള്ളി വ്യക്തമാക്കി. കോക്രോച്ച് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പാറ്റകളെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ് ഉണ്ടായത്. പാറ്റകളെ നമുക്കറിയാം, വീടിന്റെ പല ഭാഗത്തും വീടിന് ശല്യമായി തീരുന്ന ഒരു ചെറിയ ജീവിയാണ്. പക്ഷെ ആ പാറ്റകളെന്ന് വിളിച്ചതിന്റെ പേരിൽ യുവാക്കൾ സംഘടിച്ച് അതൊരു പാർട്ടിയാക്കി രൂപപ്പെടുത്തുവാൻ CJP എന്ന പേരിൽ, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ അവർ സംഘമായി രൂപപ്പെട്ട് ഇന്ന് ഡൽഹിയുടെ തലസ്ഥാനത്ത്
പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം പിന്തുണയോടുകൂടി രാജ്യത്തെ മാത്രമല്ല ലോകത്ത് നടക്കുന്ന, ലോകത്ത് ഇന്ത്യക്ക് അത്രമാത്രം പേര് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ലാത്തി ചാർജ് വരെ ഏറ്റുവാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷത്തിലെത്തിയിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് KS ഗോപിനാഥൻ, റെജി ജോർജ്, ലാലു മാത്യു, രവി കീരമ്പാറ, പിയേഴ്സൺ K ഐസക്, ജോസ് മാലിക്കുടി, കുഞ്ഞുതൊമ്മൻ ഇലഞ്ഞിക്കൽ, ശാന്തമ്മ ജോർജ്, തങ്കച്ചൻ കോട്ടപ്പടി, VS വിനോദ്, വർഗീസ് കഴുതക്കോട്ടിൽ, സാജൻ വർഗീസ്, CK കുമാരൻ, പയസ് മലയൻകീഴ്, നാരായണൻ കണ്ണൂർ, സജി തോമസ്, ചെറിയാൻ പെലക്കുടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ തെരുവീതികളിലെ വലിച്ചിഴച്ച മോദി പോലീസിന്റെ നടപടിക്കെതിരെ തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൂഫാൻ 2026 കായികമേള 25-ന് ബംഗളൂർ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സനാതന ധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഏകദിന രാമായണ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തോപ്രാങ്കുടി സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള നിക്ഷേപ തട്ടിപ്പുകളെക്കുറിച്ച് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു. റോയ് K പൗലോസ് MLA ഉദ്ഘാടനം ചെയ്തു. വഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെഗാ അലുമിനി മീറ്റ് ഇല്യൂം 2026 ജൂലൈ 25-ന് ശനിയാഴ്ച കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.